ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ NI അപ്രോച്ചിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യുവാണ്. ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു പ്രോബ്ലം കൂടെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വിന്ധ്യ ലിമിറ്റഡ് ഫർണിഷസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. വിന്ധ്യ ലിമിറ്റഡിൻ്റെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്, ഡെപ്റ്റിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്, ആ ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 2,08% ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ദ ഫേമും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നമ്മൾ NI അപ്രോച്ചാണ് ക്രോസ് ചെക്ക് ചെയ്യണം. ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇക്വിറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറവാണെന്ന് ഇവിടെ കുറവാണ്. ഓക്കെ, അപ്പോൾ NI അപ്രോച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ എ പാർട്ട് എന്താണ്? ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് പെർ NI അപ്രോച്ച്. ബി പാർട്ട് എന്താണ്? വാട്ട് ഷാൾ ബി ദ വാല്യൂ ഓഫ് ദ ഫേം ഇഫ് ഡിബഞ്ചർ എമൗണ്ട് ഇൻക്രീസ്ഡ് ടു 3 lakh. 3 lakhിലോട്ട് ഡിബഞ്ചർ എമൗണ്ട് കൂടുവാണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ ഓഫ് ദ ഫേം? ഓക്കെ, അപ്പോൾ എ പാർട്ടും ബി പാർട്ടും ആയിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 3 lakh ഡെപ്റ്റ് ആണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ ഓഫ് ദ ഫേമും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും, 2 lakh ഡെപ്റ്റ് ആണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ ഓഫ് ദ ഫേമും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്ന് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് രണ്ടിടത്ത് സെയിം ആയിരിക്കും, 8% ആയിരിക്കും. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് NI അപ്രോച്ചിൻ്റെ ഒരു അസംഷനാണ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് സെയിം ആയിരിക്കും, അതും NIയുടെ ഒരു അസംഷനാണ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് സൊല്യൂഷനിലോട്ട് നോക്കാം. അപ്പം വാല്യൂ ഓഫ് ദ ഫേം കണ്ടുപിടിക്കണേ ഫസ്റ്റ് തന്നെ നമുക്ക് നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം രണ്ട് കേസിലും 80,000 ആണ്. അതിൽ നിന്നും ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് ഇൻകം കിട്ടുന്നത്. ഫസ്റ്റ് കേസിൽ 2 lakh ആയിരുന്നു ഡെപ്റ്റ്. ഈ 2 lakhൻ്റെ 8% 16,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. സെക്കൻഡ് കേസിൽ 3 lakh ആണ് ഡെപ്റ്റ്. 3 lakhൻ്റെ 8% 24,000 ആണ് ഡെപ്റ്റ് വരിക. സോ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ഇൻകം കിട്ടും. ഫസ്റ്റ് കേസിൽ 64,000 ആണ് നെറ്റ് ഇൻകം. സെക്കൻഡ് കേസിൽ 56,000 ആണ് നെറ്റ് ഇൻകം വരിക. ഓക്കെ, നെറ്റ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്താണ്? നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് രണ്ട് കേസിലും 10% ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് കേസിൽ 64,000 ഡിവൈഡഡ് ബൈ 10%. 64,000 ഡിവൈഡഡ് ബൈ 10% 6,40,000. 56,000 ഡിവൈഡഡ് ബൈ 10% 5,60,000. അപ്പം നമുക്ക് ഇക്വിറ്റിയുടെ വാല്യൂ കിട്ടി. ഫസ്റ്റ് കേസിൽ 6,40,000 ആയിരുന്നു, സെക്കൻഡ് കേസിൽ 5,60,000. ഡെപ്റ്റിൻ്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ 2 lakh, സെക്കൻഡ് കേസിൽ 3 lakh. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. അപ്പോൾ 2 lakh ഡെപ്റ്റ് ആയിരുന്ന സമയത്ത് വാല്യൂ ഓഫ് ദ ഫേം 8,40,000 ആയിരുന്നു. 3 lakh ആയപ്പോഴത്തേക്ക് 8,60,000 ആയി. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടെ കണ്ടുപിടിക്കാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ 9.52% കിട്ടും, സെക്കൻഡ് കേസിൽ 9.30% കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഡെപ്റ്റ് 3 lakhിലോട്ട് കൂടിയപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ച് കുറഞ്ഞു, 9.30% ആയിട്ട് കുറഞ്ഞു. അപ്പം ഇത്രയാണ് നെറ്റ് ഇൻകത്തിൻ്റെ ഈ ഒരു പ്രോബ്ലം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.